ശ്രീരാജ് പി നായർ, തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസമേ ഉള്ളൂ. 6 ദിവസം എന്ന് പറയുമ്പോൾ 6-ാം ദിവസം വോട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 5 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ കോൺഗ്രസ് വലിയ വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നു. പേരാമ്പ്രയിലേത് UDFന്റെ ആരോപണമാണ്. അപ്പുറത്ത് പയ്യന്നൂരിലേക്ക് എത്തുമ്പോൾ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3-ാം നിലയിൽ തന്നെ അവിടെ വെച്ച് നടക്കുന്നു ഈ പറഞ്ഞ വ്യാജ ID കാർഡ് ഉണ്ടാക്കൽ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അപ്പോൾ CPM തിരിച്ച് എവിടെയാണ് തെളിവെന്ന് ചോദിക്കുന്നു. വെറുതെ ആരോപണം ഉന്നയിച്ചു പോവുകയാണോ ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ കോൺഗ്രസ്? എന്താണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ശക്തമായ തെളിവ്? ഇത് പരാജയ ഭീതിയിൽ നിന്നുള്ള ആരോപണങ്ങൾ എന്നതിന് എന്താണ് മറുപടി? അല്ല, കേരളത്തിൽ മുഴുവൻ CPM ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പല കുൽസിത മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിലൊരു പരാജയഭീതി വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ് കാഫിർ സ്ക്രീൻഷോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചു. ആ അന്വേഷണത്തിൽ അവസാനമായിട്ട് അത് ചെന്നെത്തിപ്പെട്ടത് ആരുടെയായിരുന്നു? ശൈലജ ടീച്ചറുടെ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ വടകരയിലെ പാനൂർ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയുടെ പക്കലാണ് ഇത് അവസാനമായിട്ട് കണ്ടെത്തിയത്, അല്ലേ? ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. ഒരു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ വർഗീയവൽക്കരിക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പിന് വേണ്ടി വർഗീയതയോട് കൂട്ടുപിടിച്ച് ഏറ്റവും പാവപ്പെട്ട കാസിം എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരനെ അതിനകത്ത് പ്രതിസ്ഥാനത്ത് നിർത്തി അയാളെ തീവ്രവാദിയായി വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടും ഒരു മനുഷ്യന്റെ ഭാവി കളഞ്ഞുകൊണ്ടും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ എങ്ങനെയാണ് നോക്കിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന്റെ അന്വേഷണം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് CPMന്റെ ശൈലി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതേ രീതിയാണ് ഇപ്പൊ പേരാമ്പ്രയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന ഈ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലയെ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗിലെ ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിനകത്ത് ഒരു പരിവർത്തനത്തിന്റെ പോലും മുഖമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയെ ഇത്തരത്തിൽ വർഗീയമായി തിരിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഗൂഢനീക്കമാണ് പുറത്തു വന്നത്. നമ്മൾ ആ ജീപ്പിൽ അനൗൺസ്മെന്റ് കേട്ടതാണ്. പക്ഷേ ഈ വടകരയിൽ നിന്നും ഇവിടേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം. വടകരയിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം ഉന്നയിക്കുന്ന ആരാണ്? KK ശൈലജയാണ്. അപ്പോൾ KK ശൈലജ അത് അംഗീകരിച്ചുകൊണ്ട് ആ വാദം ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ TP രാമകൃഷ്ണൻ അങ്ങനെയൊന്ന് പാർട്ടി നിർദ്ദേശത്താൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്ന് പറയുന്നു. അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല, സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളത് ശൈലജ ടീച്ചർക്ക് അനുകൂലമായിട്ടുള്ള ഒന്നായിരുന്നു. കാരണം ദീനിയായ മുസ്ലിമിന് വേണം വോട്ട് ചെയ്യാൻ, മറ്റേത് കാഫിറാണെന്ന് പറയുമ്പോൾ അതിന് ശൈലജ ടീച്ചർ ശ്രമിച്ചത് എന്താ? ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ പോളറൈസേഷൻ. അവിടെ അത് ശൈലജ ടീച്ചർക്ക് ഗുണകരമായിരുന്നു. അതുകൊണ്ട് അത് അംഗീകരിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളവർ പറയുന്നു. അതേസമയം പേരാമ്പ്രയിലേക്ക് വരുമ്പോൾ ഇവർ ഡിഫെൻസീവിലാണ്. ഞാൻ ചോദിക്കുന്ന ഈ വാഹനത്തിന്റെ ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും CPMുമായും LDFുമായിട്ടും ബന്ധപ്പെട്ടാണ് കിട്ടുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നതിന് വേണ്ടി എന്ത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട മാർഗവും സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള നിലയിലേക്ക് ഇന്ന് CPM എത്തിപ്പെട്ടിരിക്കുക. CPMിൽ നിന്ന് പുറത്തേക്ക് വന്ന കുറേയധികം നല്ല കമ്മ്യൂണിസ്റ്റുകളുണ്ട്. G സുധാകരനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെ, TK ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാർ. അവരെല്ലാം ഈ പുറത്തേക്ക് വന്നത് ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷമല്ല, ഇത് തീവ്ര വലതുപക്ഷമായി മാറിയിരിക്കുന്നു എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPMനെ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ്. നമ്മൾ കേട്ടല്ലോ, കേരളത്തിലെ 139 സീറ്റുകൾ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ അമ്പലപ്പുഴയിൽ ജയിച്ചേ മതിയാവൂ എന്നുള്ള നിലപാട്. അത് അമ്പലപ്പുഴയിലും ഇത് പറയും, നമ്മുടെ തളിപ്പറമ്പിൽ വരുമ്പോഴും പറയും, പയ്യന്നൂർ വരുമ്പോഴും പറയും. ഇവരെ സംബന്ധിച്ചോളം പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തി പാർട്ടിയെ ചോദ്യം ചെയ്ത് പുറത്തേക്ക് പോയ നല്ല കമ്മ്യൂണിസ്റ്റുകൾ വർഗവഞ്ചകരാണ്. അവരെ അവസാനിപ്പിക്കുക, അവരെ തീർക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ്. നോക്കൂ, കുഞ്ഞികൃഷ്ണനെ പോലെ ഒരു സാധുവായ സഖാവ് ആ പാർട്ടിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ എത്തരത്തിലാണ് അദ്ദേഹം വേട്ടയാടപ്പെടുന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഇത്തരം നടപടികളെല്ലാം ഈ പാർട്ടി ഉപയോഗിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചുള്ള വ്യാജ ID കാർഡിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുകളിൽ 2ാമത്തെ നിലയിൽ കിടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പോയി വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കയറി ചെല്ലാനോ പറ്റില്ലല്ലോ. പക്ഷെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ, ഒരു അറിവ് കിട്ടിയാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുക എന്നുള്ള ഞങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. എന്നൊരു ആരോപണം കൂടി ഉയർത്തുന്നുണ്ട്. ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർ ലിസ്റ്റിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ, പുതുതായിട്ട് ചേർക്കുന്ന വോട്ടുകൾ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ
ഞങ്ങൾ എല്ലാ നിയോജക മണ്ഡലത്തിലും അത്തരത്തിൽ CPM ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച്, മരണപ്പെട്ടു പോയ വോട്ടുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചെല്ലാം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു ഈ ബൂത്തിൽ അത്തരത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ അത്ര ഗൗരവമായി കണ്ട് ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ ഡിഫ്യൂസ് ചെയ്യുക, അതിനെ നിർവീര്യമാക്കുക എന്നുള്ള തന്ത്രമല്ലേ? അത് ഞങ്ങൾ പ്രകടിപ്പിക്കുക, അത് ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായിട്ട് എടുക്കട്ടെ. അപ്പോൾ കേരളത്തിൽ മുഴുവൻ ഇന്ന് വർഗീയത ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്താ പറഞ്ഞത്? SDPIക്ക് സംരക്ഷണം കൊടുക്കുന്ന LDF ആണെന്നാ പറഞ്ഞത് അല്ലെ? SDPIക്ക് സംരക്ഷണം കൊടുക്കുന്നത് LDF ആണെന്ന് ഈ സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന, ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുക, സാങ്കേതികമായി ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്ന LDFന്റെ ഘടകകക്ഷിയുടെ നേതാവ് പറയുകയാണ്, ഞങ്ങൾ SDPIക്ക് പിന്തുണ കൊടുക്കുന്നു, സംരക്ഷണം കൊടുക്കുന്നു, അവർക്ക് ഞങ്ങളെക്കാൾ പറ്റിയ ആളാരാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാ തരം വർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് ജയിക്കാൻ സാധിക്കുമെന്ന് നിലയില്ലാ കയത്തിലേക്ക് താണു പോകുന്ന CPM ശ്രമിച്ചുകൊണ്ടിരിക്കാം. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെറുക്കും. എവിടെയെല്ലാം അത്തരത്തിൽ പരാതികൾ ഉയരുന്നുണ്ടോ, അത്തരത്തിൽ ഏതെങ്കിലും അറിവ് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ ചെയ്യും. അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് കൃത്യമായി ഇതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വർഗീയത ഉപയോഗിച്ചും വീടുകളിൽ കയറിപ്പോലും പച്ചവർഗീയത പറഞ്ഞും CPM ജയിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട്. തിരിച്ച് ഫാത്തിമ തെഹ്ലിയക്കെതിരെ LDF പരാതി നൽകിയിരിക്കുന്നു രാജു പി നായർ. ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്നൊരു പരാതി ഫാത്തിമ തെഹ്ലിയക്കെതിരെയും പോയിട്ടുണ്ട്. അല്ല, അതിപ്പോ ഞാൻ വന്ന് സ്മൃതിയെ ഒന്ന് തല്ലിയിട്ട് പോയി കഴിഞ്ഞാൽ സ്മൃതി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോയിട്ടൊരു പരാതി ഞാനും കൊടുക്കും. സ്മൃതി എന്നെ തല്ലിക്കൊണ്ട് ഞാൻ തിരിച്ചറിയുന്നു. ഒരു കേസ് കൊടുക്കുമ്പോൾ കൗണ്ടർ കേസ് കൊടുക്കുക എന്നുള്ളത് ഈ നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള തെളിവുകൾ വെച്ചൊരു പരാതി എടുത്തപ്പോൾ അവരതിനൊന്ന് മറുവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മറ്റേ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് സാധാരണ ഒരു കൗണ്ടർ കേസ് കൊടുക്കൂലേ, അത്രയും ഗൗരവത്തോടുകൂടി മാത്രം ഉണ്ടാവും. എന്തായാലും മറ്റേ സംബന്ധിച്ച് വീഡിയോ ഉൾപ്പെടെയുള്ള മുഴുവൻ തെളിവുകൾ പുറത്തുണ്ടല്ലോ. എന്തുകൊണ്ടാണ് CPM ഈ ചർച്ചയിൽ പേരാമ്പ്ര ചർച്ചയാണെങ്കിൽ വരില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, അവർക്ക് യാതൊന്നും മറയ്ക്കാനില്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തോട് കേരളത്തിലെ ജനങ്ങളോട് വന്ന് അത് കള്ളമാണെന്ന് പറയാൻ CPMന് എന്താ ഭയം? അപ്പൊ CPMന് മറയ്ക്കാനുണ്ട്. ആ വാഹനത്തിന്റെ ഉൾപ്പെടെയുള്ള പെർമിഷൻ ഉൾപ്പെടെയുള്ള എക്സാങ്ഷനും ആ വണ്ടിയുടെ പെർമിഷൻ ഉൾപ്പെടെയുള്ളതെല്ലാം CPMനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ സത്യം പുറത്തു വരും. അതുകൊണ്ടല്ലേ ഈ കേസ് ഈ ചർച്ചയിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് ഈ പേരാമ്പ്ര സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധികൾ വരില്ല, അങ്ങനെയാണ് എന്നെ റിപ്പോർട്ടറിൽ നിന്ന് പറഞ്ഞത് വിളിച്ചപ്പോൾ. അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്? അപ്പൊ അത് ഈ പാർട്ടിക്ക് മറച്ചു വെക്കാൻ കഴിയാത്ത അത്രയും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് വർഗീയത പറഞ്ഞത് ആ കുട്ടിക്കെതിരെ നടത്തിയ ഈ ആക്രമണം അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിന് സംസാരിച്ച് കൂടുതൽ വഷളാക്കേണ്ട അത് CPMന് തോന്നിക്കാണും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.